അപ്പോൾ ഇന്നൊരു ഫാമിലി വ്ളോഗാട്ടോ. കുറേ നാളായി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു. പാമ്പുമേക്കാട്ട് അമ്പലമില്ലേ അവിടേക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ എന്നും അങ്ങനെ നമുക്ക് മനയിലൊന്നും കയറാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഇനി സ്കൂൾ തുറക്കാൻ പോവല്ലേ, അപ്പോൾ ഇനി നോക്കിയിരുന്ന നേരം വൈകുന്ന ഓർത്തുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, രാവിലെ തന്നെ ഇറങ്ങി. അവിടെ എത്തുമ്പോഴേ നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നി അവിടെ എത്തിയപ്പോൾ കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ, മഴ അങ്ങനെ പെയ്യണില്ല, ഇങ്ങനെ കാറടിച്ച് നിൽക്കുക. പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അവിടെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നു. ചേട്ടൻ്റെ നാളെ ആയില്യാണ്. അപ്പോൾ ആയില്യ പൂജയ്ക്കുള്ള ഞങ്ങൾ വഴിപാടൊക്കെ എഴുതിച്ചു. അവിടെ നിന്ന് പായസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ച സമയം ചെന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു പായസം കുടിക്കണം, ഊണ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാമ്പാറും അച്ചാറൊക്കെ കൂട്ടി ഊണ് കഴിച്ചു. അപ്പോൾ ഭയങ്കര മനസ്സിനൊരു സമാധാനമൊക്കെ തോന്നി കേട്ടോ. കുറേ നാളെ അമ്പലത്തിലേക്ക് പോയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ നടക്കാനുണ്ട് നമ്മുടെ വണ്ടിയിട്ടോടത്തേക്ക്. പിന്നെ ഭയങ്കര ഒരു ഫീലിങ്, നമ്മളിങ്ങനെ പണ്ടത്തെ ആ ഒരു നൊസ്റ്റൊക്കെ വന്നവിടെ ചെന്നപ്പോൾ കണ്ടില്ലേ, നല്ല രസമുണ്ട്. മരങ്ങളും പണ്ടത്തെ കാവും. പിന്നെ മനയിലേക്ക് കയറാൻ പറ്റില്ല, അപ്പോൾ അവരൊരു കാർഡ് തന്നു. ആ കാർഡിലുണ്ട് എന്നൊക്കെ കയറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി പിന്നെ ഒരു ദിവസം അങ്ങനെ വരാമെന്ന്. അപ്പോൾ തിരിച്ച് പോകണമെങ്കിൽ എക്സിബിഷൻ കാണാൻ കയറിയിട്ടോ. അപ്പോൾ പാറുവിനും അമ്മൂനൊക്കെ 1-2 കളി സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ ഒരു ഷോപ്പിൽ അവിടെ കയറിയിട്ട് നല്ല തേൻ, പ്യുവറായിട്ടുള്ള തേൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പേഞ്ചീർപ്പ് മേടിച്ചു. അത് അവിടെ നിന്നല്ല, വേറെ കടയിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഷോപ്പ്. അതായത് അവിടെ നിന്ന് എന്താ പറയുക, നമ്മൾ നല്ല ഒറിജിനൽ ചന്ദനം സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, അത് മേടിച്ചു. പിന്നെ ലെമൺ ഗ്രാസ് ഓയിൽ അത് മേടിച്ചു. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ ഉണ്ണിയോൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ജാഗിരി പൗഡറാണ്. ഇവർ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാട്ടോ. ഇതിപ്പോൾ ഒരു പ്രൊമോഷനൊന്നുമല്ല. എനിക്കത് ഭയങ്കര നന്നായിട്ട് തോന്നി. പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. ഞാനിപ്പോൾ പാറുവിന് നാളികേരപ്പാൽ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഫുഡും അങ്ങനെ കഴിക്കും, തേങ്ങാപ്പാൽ ചേർത്തിട്ട്. അപ്പോൾ അതിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതല്ല. അപ്പോൾ അത് മേടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ ഡ്രൈ ക്യാഷ് മേടിച്ചു. പിന്നെ പാറുവിന് ചക്ക വറുത്തത് ഭയങ്കര ഇഷ്ടം, അതും മേടിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതേ തിരിച്ചു പോരാ കേട്ടോ. നല്ല വെയിൽ, അതായത് വെയിൽ മീൻസ് ഒരു പ്രത്യേക വെയിലില്ലേ, 4 മണി 5 മണി സമയത്ത്, അത് അടിക്കണം മുഖത്തേക്ക്. അങ്ങനെ ഞാൻ ചെറുതായിട്ട് നമ്മൾ മേടിച്ച ചക്ക വറുത്തതും അതൊക്കെ മേടിച്ചു. പിന്നെ ആ ജാഗിരി, അതായത് നമ്മുടെ ശർക്കരയുടെ പൗഡറൊക്കെ ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ട് എനിക്ക്. പാറുവിന് നല്ല ഇഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് തൃശ്ശൂർ എക്സിബിഷന് പോകുന്നുണ്ടെങ്കിൽ മേടിച്ചോട്ടോ. ബൈ, ടേക്ക് കെയർ.